സർ, കേരള സംസ്ഥാനത്തിന്റെ 2016-17 ബഡ്ജറ്റ് നിയമസഭയുടെ മുമ്പാകെ സമർപ്പിക്കുകയാണ്. സർ, നാം പ്രത്യേക ജാതിയിലോ മതത്തിലോ ഉൾപ്പെടുന്നില്ല എന്ന് ശ്രീനാരായണ ഗുരു വിളംബരം ചെയ്തതിന്റെ 100ാം വാർഷികമാണ് ഇക്കൊല്ലം. കഴിഞ്ഞ നൂറ്റാണ്ടത്തെ കേരളത്തെ നിർണയിക്കുന്നതിൽ ഈ പ്രഖ്യാപനം സുപ്രധാനമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ പ്രഖ്യാപനത്തെ കേരളത്തിലെ ജനങ്ങൾ ഇന്നും നെഞ്ചിലേറ്റുന്നു എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ച ഒരു തെരഞ്ഞെടുപ്പിന്റെ ഫലമാണ് ഇന്നത്തെ സർക്കാർ. ഇന്നത്തേക്കാൾ ഊക്കോടുകൂടി സർവസന്നാഹങ്ങളും ഒരുക്കി വന്ന എല്ലാ ജാതി വർഗീയ ശക്തികളെയും കേരളത്തിലെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു. കേരളത്തിന്റെ നവോത്ഥാന പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചു. സാമൂഹ്യ ജീവിതത്തിന്റെ മാത്രമല്ല രാഷ്ട്രീയ സാമ്പത്തിക ദർശനത്തിലും കേരളത്തിന്റെ നവോത്ഥാന പാരമ്പര്യത്തിന് ഒരു വീക്ഷണമുണ്ട്. സർ, എന്റെ വിദ്യാഭ്യാസ കാലത്തെ പഠന വിഷയങ്ങളിലൊന്ന് ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ ജാതീയതയും വിപ്ലവാത്മകതയും കുറിച്ചായിരുന്നു. ഈ വിപ്ലവാത്മകത ഏറ്റവും ഉന്നതിയിലെത്തിയ നിമിഷങ്ങളിൽ ഒന്നായിരുന്നു പ്രത്യേക ജാതിയിലോ മതത്തിലോ താൻ ഉൾപ്പെടുന്നില്ല എന്ന ഗുരുവിന്റെ പ്രഖ്യാപനം. ജാതീയ തീവ്രം ബാധിച്ച ചില പ്രമാണിമാർ ഇക്കാലത്താണ് ഗുരുവിനെ തിരസ്കരിച്ചതും എതിരായി കേസ് പോലും ഫയൽ ചെയ്തതും. കേരളത്തിന്റെ നവോത്ഥാന പാരമ്പര്യത്തെ ഉയർത്തിപ്പിടിക്കുന്നതിനും അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമായിരിക്കും ഞങ്ങളുടെ സർക്കാർ. സർ, പിണറായി വിജയൻ നയിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ പ്രഥമ ബഡ്ജറ്റ് അടുത്ത 5 വർഷങ്ങളിൽ കേരളത്തിൽ വരാൻ പോകുന്ന പരിവർത്തനത്തിന്റെ ദിശാസൂചികയായിരിക്കും.